പരമ്പരകളിൽ വില്ലത്തി വേഷത്തിൽ പൂർണിമ നിറഞ്ഞപ്പോൾ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആനന്ദ് ഭാരതി എന്ന നടൻ മലയാളികൾക്ക് സുപരിചിതനായത്. മലയാളി അല്ലാതെ ഇരുന്നിട്ടും മലയാളിയായി മാറിയ ആനന്ദ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ പരമ്പര അമ്മ അറിയാതെ പരമ്പരയിലെ വിനയ് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ആനന്ദ് ജീവിതസഖിയാക്കിയത് മലയാളികളുടെ പ്രിയ നടി പൂർണിമയാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ വെച്ച് കണ്ട പരിചയമാണ് പൂർണിമയും ആനന്ദും സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും ഇപ്പോൾ ജീവിതത്തിലേക്കും കടക്കുവാൻ കാരണം. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരമ്പരയാണ് അമ്മ അറിയാതെ. 17 വയസ്സു മുതൽ അഭിനയ രംഗത്ത് നിൽക്കുന്ന ആനന്ദിന്റെ മിക്ക ചിത്രങ്ങളും സൂപ്പർ താരങ്ങൾക്കൊപ്പമായിരുന്നു. എങ്കിലും അവസരങ്ങൾ താരത്തിന് കുറവാണ് ലഭിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആനന്ദ് മാത്രമല്ല, പ്രിയതമ പൂർണിമയും പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിലും തിളങ്ങിയിട്ടുണ്ട്. സീരിയൽ രംഗത്തും സജീവമായിരുന്ന പൂർണിമ ഇപ്പോൾ തികഞ്ഞ കുടുംബിനിയും ആനന്ദ് ആരംഭിച്ച ബിസിനസ് സംരംഭത്തിന്റെ മേൽനോട്ടക്കാരി കൂടിയാണ്. ഒരു തമിഴ് ഷോർട്ട് ഫിലിമിൽ ആനന്ദിന്റെ ഭാര്യയായി വേഷമിട്ടത് പൂർണിമയാണ്. അങ്ങനെയുള്ള പരിചയമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത്. ഇരുവർക്കും ഒരു മകനാണ്. ചെന്നൈയിലായിരുന്നു ഇരുവരും താമസം. എങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇരുവരും. കുടുംബത്തിനൊപ്പമാണ് താമസിക്കുന്നത്. സെൻസിറോ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും ഇരുവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഒളിമ്പ്യൻ അന്തോണി ആദം, ചിന്താമണിക്കൊലയ്ക്ക്, സേതുരാമയ്യർ, CBI, മഞ്ഞുപോലൊരു പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും സുപരിചിതയാണ് മലയാളികൾക്ക് പൂർണിമ. തിരുവല്ല സ്വദേശിയായ പൂർണിമ കടമറ്റത്ത് കത്തനാരിൽ യക്ഷിയുടെ വേഷത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 25 വർഷത്തോളമായി വിജയകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് തെന്നിന്ത്യൻ താരങ്ങളായ പൂർണിമയും ആനന്ദും. പൂർണിമ ഏറെയും സഹനടി റോളുകളിലും സീരിയലുകളിലുമാണ് മലയാളത്തിൽ അഭിനയിച്ചത്. ആനന്ദ് സുന്ദരനായ വില്ലനായി തിളങ്ങുകയും ചെയ്തു. പൂർണിമയും ആനന്ദും ദമ്പതികളാണെന്ന വിവരം ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയില്ല. 3 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ഒന്നും അധികം ക്ഷണിച്ചിരുന്നില്ല ഇവരുടെ വിവാഹത്തിന്. വിവാഹം വളരെ ലളിതമായിരുന്നു. പബ്ലിസിറ്റിയും കൊടുത്തില്ല. അതുകൊണ്ടാകും ഞങ്ങൾ ദമ്പതികളാണെന്ന് പലർക്കും അറിയാത്തത്. ആദ്യമായി ടെലിഫിലിമിലാണ് തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. അതിൽ ഉർവശി ചേച്ചി തന്റെ ആദ്യ ഭാര്യയുടെയും പൂർണിമ രണ്ടാം ഭാര്യയുടെയും റോളാണ് ചെയ്തത്. പൂർണിമ വരും മുൻപ് തന്നെ അവൾ നീ കരുതുന്ന ഒരു ആളല്ലെന്ന് സംവിധായകൻ എനിക്കൊരു ചെറിയ വിശദീകരണം തന്നിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ കാണാനും പരിചയപ്പെടാനും ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മനോബാലയായിരുന്നു സംവിധായകൻ. 1997 ഇതെല്ലാം നടന്നത്. പിങ്ക് കളറിൽ ആപ്പിളിനെ പോലെയായിരുന്നു അന്ന് പൂർണിമ. അന്ന് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. പിറ്റേ ദിവസം പൂർണിമയ്ക്ക് ജോണ്ടിസ് പിടിപെട്ടു. ആശുപത്രിയിൽ കൊണ്ടുപോയതും വീട്ടിൽ നിന്നും ഭക്ഷണം അടക്കം എത്തിച്ച് ശുശ്രൂഷിച്ചതും ഞാനാണ്. അതോടെ അവൾ ഫ്ലാറ്റായി. അവിടെ തുടങ്ങി പ്രണയം. 3 വർഷത്തോളം പ്രണയിച്ചു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് ഒരു ദിവസം യാത്ര പോയി. എനിക്കൊപ്പം എൻ്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. ആ യാത്രയിലുടനീളം എൻ്റെ മാതാപിതാക്കളെ പൂർണിമ നന്നായി കെയർ ചെയ്തു. അവരെ ഇംപ്രസ് ചെയ്യിക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ട്രെയിൻ തൃശൂർ എത്തിയപ്പോഴേക്കും പൂർണിമ ഇഷ്ടപ്പെട്ടുവെന്നും നിനക്ക് അവളെ വിവാഹം ചെയ്തുകൂടെ എന്നും മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. That was my intention. So she woke up. Then I said, "Hello, I am Anand." Like that, you know. She is not a kind of a person. എങ്ങനെയാണ് പറയുമ്പോൾ ഇപ്പോൾ ഷിയസ് അപ്പോഴൊക്കെ യെസ് ഐ എം അമൃത എന്നൊക്കെ പറയത്തില്ല. എന്ന് പറഞ്ഞിട്ട് ഷി വാസ് ആക്ച്വലി നോട്ട് സിക്ക്. ഐ മീൻ ഷി വാസ് നോട്ട് വെൽ ആക്ച്വലി. ഷി വാസ് സിക്ക്. ആൻഡ് ഷി ടോൾഡ് മീ ദറ്റ് ഷി ഈസ് നോട്ട് ഫീലിംഗ് ഗുഡ് ആൻഡ് ഓൾ ദാറ്റ്. ഐ സെഡ് യു സ്റ്റേ ഇൻ മൈ റൂം. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. Talking. Actually, what happened is, I still remember that person's name who was a production executive. His name is Kallapatti Singaram, I think. So he came. நானும் அப்போலேருந்து பார்த்துட்டு இருக்கேன். 2 பேரும் புருஷன் பொண்டாட்டி மாதிரியே பேசிட்டு இருக்கீங்க. இந்த 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 இதில் தான் நீங்கள் புருஷன் பொண்டாட்டி நிஜ வாழ்க்கையில் இது மாதிரி பேசிட்டு இருக்கீங்க அப்படின்னு சொல்லிட்டு അയാൾ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ചേർത്ത് തന്നെ അപ്പോൾ അங்கே തന്നെ ഇരുന്നത് അതെല്ലാം അവിടെ. സോ അപ്പോൾ I met her and അന്ന് തന്നെ we exchanged numbers and she called me after going home and she said she's terribly sick and എനിക്കപ്പോൾ ജോണ്ടിസ് വന്നിട്ടിരിക്കുക. എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആനന്ദിന്റെ വീട്ടിൽ നിന്ന് എനിക്കപ്പോൾ ഫുഡ് വരും. തൈര് സാദം അങ്ങനെ ഡബ്ബായിട്ട് വരും. സോ അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ only one day, next day we didn't have shoot. So I went to her house and I took her to the doctor and all that. So she was diagnosed jaundice. So அது நமக்கு ஒரு இதாயிட்டு கிட்டி ரீசன் ஆயிட்டு to get more closer. More closer and I was getting her food and from next day I started taking care of her. Angane I used to take food from home and properly she was taken care and she came out from that and from there it started. And ആ സെറ്റില്
നിങ്ങൾ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പേ തന്നെ ചേട്ടൻ പ്രപ്പോസ് ചെയ്തു അപ്പോ? No. Then? Proposal upon we had liking towards. Okay. She liked me, I liked. Otherwise, their next meeting cannot happen. Yes. So it went on for, few days, like 6-7 days. I properly took care of her, and properly means properly took care of her. For her to. So anybody will get. See, or a nalla manushan, for a good human being, anybody will fall flat, no. So even I liked her, and slowly, like. എപ്പോ പ്രപ്പോസ് ചെയ്തത്? Propose ചെയ്തത് actually I was in. സെറ്റിൽ ആണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? No, I was in love with her, and she was in love with me, and many good things happened, many bad things happened. Actually, we were like kind of in love for 3 years, from 97 to 2000. So appo oru divasam endayenu parna I went to Guruvayur. She was in the same train. അത് It was പ്ലാൻഡ് ആണ്. actually planned. പ്ലാൻഡ് ബൈ ആനന്ദ്. My parents But were you didn't know. ഈവൻ ഐ എം പാർട്ട് ഓഫ് ദ. കളി. so my parents were there. Okay. We were going to Guruvayur. Okay. She was going to Tiruvalla somewhere. Okay. So appo adula she took care of my parents. So it was a plan. In a proper way, planned way, you can say, to impress them. Yeah, exactly. I was And supposed to say. early morning we reached Thrissur, and when we were going to the place where we were supposed to stay, appo എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് ആ പെണ്ണെ ഭയങ്കര ഇഷ്ടമായി, നല്ല ലക്ഷണമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു for എൻ്റെ elder brother-ന് I wanted my colleague's daughter to get married. അങ്ങനെ same resemblance. So I think ഇവൾ അങ്ങനെയുണ്ട്, so why can't you get married to her? The idea was given from my parents actually. അച്ഛനെ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചു. പറയിപ്പിച്ചു. Well played. Then I called her and told her this is what they like you, and ചേട്ടന്റെ നമ്മുടെ മലയാളി നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇടയിലുള്ള ഇമേജ് എല്ലാത്തിലും നെഗറ്റീവ്. ചേട്ടൻ കുറെ വില്ലനായിട്ടും ഭയങ്കര സ്ട്രോങ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ചേട്ടൻ ഇങ്ങനത്തെ ചേട്ടൻ്റെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി കഥ പറയുമ്പോൾ അയ്യോ ചേട്ടൻ പറയും ഇത്ര നല്ല പ്ലാൻ ചെയ്ത് ഒരു സൂപ്പർ നല്ല സ്ക്രിപ്റ്റിലൂടെ ചേട്ടൻ ഉദ്ദേശിച്ച പോലെ യു ഡിഡ് ഇറ്റ് അല്ലേ? anything in life is like that. You have to plan and have a right script for your സോ ചേട്ടൻ ചേച്ചിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ചേച്ചി ഫുൾ ചിരിക്കുകയായിരുന്നു. ഞാൻ ചേച്ചിക്ക് ഒരു സ്പേസ് തരാം, ചേച്ചിയുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചേച്ചി ആ ഒരു ചേച്ചി കണ്ണു തുറന്നപ്പോൾ കണ്ട ഒരാള്. How was it? അങ്ങനെയല്ല ഞാൻ പറയും. എനിക്ക് അന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇത് നമ്മുടെ ലൈഫിൽ വരണമെന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരിക്കലും വിട്ടുപോകേണ്ടതല്ല. ഞാൻ മലയാളി, പുള്ളി തമിഴ്, എന്നിട്ടും പുള്ളി നമ്മൾ തേടി വരുമെന്ന് പറയത്തില്ല ചില ബന്ധങ്ങൾ. അങ്ങനെ നമ്മൾ തേടി, അതായത് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. പറിച്ചു മാറ്റാൻ പറ്റാത്ത ചില ബന്ധങ്ങളിൽ ഒന്നാണ് ആനന്ദ്. അതുപോലെ ആനന്ദിന്റെ ഫാമിലി. ആനന്ദിന്റെ അച്ഛനില്ലായിരുന്നെങ്കിൽ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആനന്ദ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോന്ന് എനിക്കറിയത്തില്ല. ചെയ്യുമായിരിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് അച്ഛൻ എങ്ങനെയാ പറഞ്ഞെന്നറിയോ, ഒരു പ്രാവശ്യം അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഏം പൊണ്ണ് നീന്നതാ ചൊല്ലും, ഏം പൊണ്ണുതാ നീ. ഈ ലാസ്റ്റ് 5th അച്ഛൻ മരിച്ചുപോയി, 96 years ആയി. ബട്ട് ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ എല്ലാവരും മക്കളെല്ലാവരും അച്ഛൻ്റെ അടുത്ത്, എല്ലാവരും അച്ഛൻ്റെ മക്കളാണ്. Actually, she was there right next to my father. 2.5 hours, before he passed away. She was there doing some puja and all that. Some songs and all she was singing, and she called me. She said, this really happened. ഇനി 10 minutes മരിക്കാൻ പോകുന്നു, നീ വാന്ന് പറഞ്ഞിട്ട്. So in front of me he passed away, and she said he is gone. So this happened 5th, this month 5th, no? So she was very, very close to my father. So അന്നേരം എനിക്ക് ആനന്ദ് മുഖേന എനിക്ക് അങ്ങനെ ഒരു അച്ഛനെയാണ് കിട്ടിയത്, എനിക്കൊരു ഫാമിലിയാണ് കിട്ടിയത്. എൻ്റെ ബ്രദേഴ്സിന്, ഇവർ 4 പേരാണ്, 4 ബോയ്സ്, ഇത് 4ാമത്തെ ആളാണ്. അപ്പോൾ ബാക്കി 3 പേര് അണ്ണാന്ന് കൂപ്പിടുമ്പോൾ ചേട്ടാ അണ്ണാന്നാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തമില്ല, എൻ്റെ ബ്രദേഴ്സിനെ ഞാൻ വിളിക്കുവാണ്. സോ എനിക്ക് ഇവർ തന്നത് എനിക്കൊരു വലിയൊരു ഫാമിലിയാണ്. അതൊരു വലിയൊരു ഫാമിലി തന്നെ. എൻ്റെ ചേച്ചിമാർ, അതായത് നാത്തൂൻ, മൂത്ത ബ്രദേഴ്സ്, they like her so much, and ആ ഒരു see, at the end of the day you have to be a genuine person. If you're genuine, I mean
Yeah. What you give, you get back, no? Very true. So, പിന്നെ ആ സമയത്ത് അത്ര മെച്യൂരിറ്റി ഇല്ലായിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെ അച്ഛൻ അല്ല, എന്നെ ഏതാണ് ചേച്ചി ആ മേക്കപ്പ് റൂമിൽ നിന്ന് ചേച്ചി കണ്ടു ഒരാളെ ഡിസ്റ്റർബ് ചെയ്തു ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒളി കണ്ണിട്ടിങ്ങനെ നോക്കി, അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലായി പുള്ളി ഉണ്ടെന്ന്. പക്ഷെ ഞാനൊന്നിന് പോടാ ഇവ ആര്. പക്ഷെ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ മനസ്സിലായി എത്ര വിട്ടുപോയാലും വിട്ടുപോകാൻ പറ്റാത്തൊരു. പക്ഷെ നിങ്ങൾക്ക് ആ ഇടയിൽ ഒരു ലാംഗ്വേജ് ബാരിയറോ? ചേച്ചി കംപ്ലീറ്റ്ലി ചേച്ചി ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നു, മലയാളി, തിരുവല്ലക്കാരി, അങ്ങനെയായിട്ടുള്ള ഒരാള്. ചേട്ടൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം ആന്ധ്രാപ്രദേശിലാണ്. തമിഴ്. No, communication was not a problem at all because she was very good in Tamil. You know, in fact, she can write and speak Telugu. How come? She learned it from the 30 days. ആ ക്രാഷ് കോഴ്സിലോ? I have tried many times. മലയാളം. Malayalam, Hindi okay. But Hindi, I can speak Hindi, Malayalam, Telugu, Tamil, all languages I can speak. Okay. So she learned it from that. I cannot read Telugu. She can read Telugu. ചേട്ടനെ കല്യാണം കഴിച്ചതിന് ചേച്ചി തമിഴ് പഠിച്ചു. നമുക്ക് തമിഴ് അറിയാം, തെലുഗു പഠിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചേട്ടനെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നു. ഇത്രയും കാര്യം പറയാം. ഞാൻ എന്ത് ചെയ്താലും ഞാൻ പുകഴ്ത്തി പറയുമല്ല, പുള്ളിയെ കൂടി എടുത്തിക്കൊണ്ട് ഇപ്പം തെറ്റാണ് ചെയ്യുന്നെങ്കിൽ ഇത് തെറ്റാന്ന് തന്നെ പറയേണ്ട അടുത്ത്. നീ ചെയ്യുന്ന ഏറ്റവും വളരെ മോശപ്പെട്ട കാര്യമാണ്. അതേസമയം നല്ല കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളായാലും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താൽ ചെയ്തു. പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. When you say educational wise, in the family in Nokia, everybody, you know, from my ancestors and the brothers, ellarum, you know, they are very well educated. I know. And njan 10th fail. Okay, so I started reading only after when I was 30, 35. Okay, so njan orupaadu padikkum. I read a lot. Okay. So